സുഹൃത്തുക്കളെ, നിങ്ങളോട് ഒരു ചോദ്യം. നിങ്ങളുടെ ഏറ്റവും വലിയ ദുർബലത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റാരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് സത്യസന്ധതയാണ് എന്നാണ്. എന്നാൽ മഹാനായ ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പ് വളരെ ലളിതവും എന്നാൽ അതീവ ഗൌരവമേറിയതുമാണ്. ചാണക്യനീതിയിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: സ്വദുർബലത ന പ്രകടയേത്. സ്വന്തം ദുർബലതകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തരുത്. നീ ആരെ വിശ്വസിക്കുന്നുവോ അവർ പോലും നിന്റെ ബലഹീനത നിനക്കെതിരെയുള്ള ആയുധമാക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചാണക്യന്റെ ഈ ഉപദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഭയം, അമിതമായ വികാരാധീനത, ചില വ്യക്തികളോടുള്ള അന്ധമായ വിശ്വാസമല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, ഇവയെല്ലാം മനുഷ്യസഹജമായ ദുർബലതകളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവ വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത്? ഒന്ന്, ലോകത്തിന്റെ രീതി. ലോകം എല്ലായ്പ്പോഴും നിങ്ങളെ സഹായിക്കാൻ കാത്തുനിൽക്കുന്നവരല്ല. നിങ്ങൾ നിങ്ങളുടെ ബലം കാണിക്കുമ്പോൾ അസൂയപ്പെടുന്നവർ നിങ്ങളുടെ ദുർബലത കാണുമ്പോൾ അതിനെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യും. 2. യുദ്ധതന്ത്രം. ഒരു രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ തന്റെ സൈന്യത്തിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം ഏതാണെന്ന് ശത്രുവിന് കാണിച്ചു കൊടുക്കുമോ? ഒരിക്കലുമില്ല. പകരം അയാൾ ആ ഭാഗം കൂടുതൽ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. 3. നിയന്ത്രണം നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ദൗർബല്യം ഒരാൾക്കറിയാമെങ്കിൽ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയും. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ ഭയപ്പെടുത്താനോ നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൈയിലെ കളിപ്പാവയായി മാറും. ബുദ്ധിമാനായ ഒരാൾ തന്റെ മനസ്സിന്റെ വാതിൽ എല്ലാവർക്കുമായി തുറന്നിടില്ല. ആരോട് എത്ര സംസാരിക്കണം, എന്ത് സംസാരിക്കണമെന്ന് കൃത്യമായ ധാരണ അവർക്കുണ്ടാകും. നിങ്ങളുടെ ദുർബലതകൾ നിങ്ങൾ സ്വയം തിരിച്ചറിയുക, അത് തിരുത്താൻ ശ്രമിക്കുക. പക്ഷേ അത് ലോകത്തോട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഒന്നോർക്കുക, നിന്റെ ദുർബലത നിന്റെ ശത്രുവിനറിയുന്ന നിമിഷം നിന്റെ ശക്തി പകുതിയായി കുറഞ്ഞുകഴിഞ്ഞു. സ്വയം അറിയുക എന്നത് ജ്ഞാനമാണ്. എന്നാൽ അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നത് ബുദ്ധിശക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആന്തരിക പോരാട്ടങ്ങൾ നിശബ്ദമായി തുടരട്ടെ. ബലഹീനതകളെ ശക്തിയാക്കി മാറ്റുക. ലോകം നിന്റെ വിജയം മാത്രം കാണട്ടെ, നിന്റെ വേദനകളല്ല. നിശബ്ദമായി വളരുക, ശക്തമായി മാറുക.